പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം, അവിടെയും ചിലതൊക്കെ സംഭവിക്കുമെന്ന് ജി സുധാകരൻ. കേരളത്തിലെ ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീടുകളെ സ്വാധീനിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് ചാരനാണ് എന്നും വിലയിരുത്തി ദേശാഭിമാനി മുൻ രാഷ്ട്രീയകാര്യ ലേഖകൻ ജി ശക്തിധരൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കുറിച്ചിട്ടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് സംഭവിക്കുന്ന ദുരന്തത്തെയാണ് അദ്ദേഹം വിശകലനം ചെയ്ത് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ധർമ്മടം പോലും കുലുങ്ങിക്കൂടാ എന്നില്ല എന്നാണ് അതിന്റെ ഒരു ക്യാപ്ഷൻ. ആലപ്പുഴയിൽ ആളിക്കത്തുന്ന തീയണയ്ക്കാൻ ഏതാനും മിനിറ്റ് മതി, പക്ഷെ അവതാരങ്ങൾ മുഖ്യമന്ത്രിയെ അതിന് അനുവദിക്കില്ല. ഏഴകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ചെങ്കൊടി പശ്ചിമ ബംഗാളിലും ക്രെംലിനിലും സംഭവിച്ചതുപോലെ ഈ മണ്ണിൽ നിന്നും എത്രയും വേഗം പിഴുതെറിയണമെന്നാണ് മാഫിയകൾ ആഗ്രഹിക്കുന്നത്. പുന്നപ്ര വയലാറിന്റെ രണഭൂമിയിലും കടന്നുകയറി ആധിപത്യം ഉറപ്പിച്ചു കളയാം എന്ന ഹുങ്കിലാണ് കാളികൂളി സംഘം. പക്ഷെ ജി സുധാകരനെ പോലെ ലക്ഷണമൊത്ത ഒരു പോരാളിക്ക് ഇതൊന്നും നിസ്സംഗമായി നോക്കിയിരിക്കാൻ ആകില്ല. അത് നിർമ്മിച്ചിരിക്കുന്ന മൂശ മറ്റൊന്നാണ്. വി ശിവൻകുട്ടി അല്ല ജി സുധാകരൻ. അതുകൊണ്ടാണ് ഇ.പി. ജയരാജൻ മന്ത്രി ശിവൻകുട്ടിയുടെ അധിക്ഷേപത്തെ പച്ചയ്ക്ക് തള്ളിപ്പറഞ്ഞത്. പാർട്ടിക്ക് മുകളിലാണെന്ന് കരുതുന്നവരെ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ശിവൻകുട്ടിക്ക് എന്താ അവകാശം? ആരാ ശിവൻകുട്ടി? നിഷ്കളങ്കരായ കുറച്ച് ചുമട്ടുതൊഴിലാളികളെ വാടകയ്ക്ക് തല്ലാൻ കിട്ടും എന്ന ഹുങ്കിലല്ലേ ഈ ഭീഷണിയെല്ലാം എന്ന് ശക്തിധരൻ കുറിക്കുന്നു. തലമറന്ന് എണ്ണ തേക്കരുത് ശിവൻകുട്ടി, അങ്ങ് വെറും ഒട്ടിപ്പാണ്, വെറും പുറം പൂച്ചാണ്. മുഖ്യമന്ത്രിയുടെ മരുമകന് പഠിക്കുകയാണ് അങ്ങ്. ഏത് നിമിഷവും ഒട്ടിപ്പിളകും. ഒരു ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന വോട്ട് എത്രയാവും? പയ്യന്നൂരിൽ നിന്ന് വി കുഞ്ഞികൃഷ്ണൻ റാഞ്ചുന്ന വോട്ട് എത്രയാണ്? പരസ്യമായി CPM-ന്റെ 500 തട്ടകങ്ങൾ എങ്കിലും സംസ്ഥാന സെക്രട്ടറിയുടെ സ്വയം കൃതനാർത്ഥം കൊണ്ട് ഉലഞ്ഞിരിക്കുകയാണ്. അതല്ലേ അമേരിക്കൻ ചാരസംഘടനയ്ക്ക് ജോൺ ബ്രിട്ടാസ് നൽകിയ ദീർഘ അഭിമുഖത്തിൽ അച്യുതാനന്ദൻ മന്ത്രിസഭയെ പാർട്ടി കത്തിച്ചു കളയുമെന്ന് പ്രഖ്യാപിപ്പിച്ചത്? ബദൽ മന്ത്രിസഭ ഉടൻ ഉദിച്ചുവരുമെന്നും ബ്രിട്ടാസ് വീമ്പടിച്ചിരുന്നു. അത് തന്നെ സംഭവിച്ചു. VS മന്ത്രിസഭ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ജനപ്രിയരായ VS-നെ ചൂണ്ടിക്കാട്ടി വോട്ട് പിടിച്ചിട്ട് പിൻവാതിലൂടെ പിണറായി വിജയനെ സിംഹാസനത്തിൽ എത്തിച്ചു. മാത്രമോ പെറ്റിട്ട കാലം മുതൽ ഒരു വിപ്ലവകാരിയായിരുന്ന ജി സുധാകരന് 55-ാം വയസ്സിൽ കിട്ടിയ മന്ത്രിസ്ഥാനത്തെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ 2ാം കെട്ടിന് കണ്ടുവച്ചിരുന്നവന്റെ മന്ത്രി പദവി. അതും മറ്റാർക്കുമില്ലാത്ത വിധം പ്രധാന വകുപ്പുകളെല്ലാം കുത്തിനിറച്ചതും. ബന്ധു സഹസ്രകോടീശ്വരനാകുമ്പോൾ അമ്പര ചുംബികൾക്ക് എന്തു പഞ്ഞം? പാർട്ടിയുടെ അടിസ്ഥാന നയസമീപനങ്ങളെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടും ജോൺ ബ്രിട്ടാസ് എന്ന ഈ ഒറ്റുകാരനെതിരെ ഒരു നടപടിയും പാർട്ടി എടുത്തില്ല. ഇപ്പോൾ ജി സുധാകരനെതിരെ ചന്ദ്രഹാസം ഇളക്കുന്ന പാർട്ടി ഈ ചാരനെതിരെ എന്ത് നടപടിയെടുത്തു? ഈ അപചയങ്ങൾ കൊണ്ടൊന്നും ജനം കുലുങ്ങില്ല എന്നതും മറ്റൊരു ദുര്യോഗം. അപ്പോൾ ജനത്തിന് ഒരു താരത്തെ കൊണ്ട് കാണിച്ചാൽ മതി, അപ്പോൾ വീഴും. അല്ലെങ്കിൽ ഒരു കിറ്റ്. നവോത്ഥാന നായകർ കെട്ടിപ്പടുത്ത കേരളം ആവിയായിപ്പോയി. മുഖ്യമന്ത്രിക്ക് താരങ്ങളുമായുള്ള ബന്ധമാണ് ഇപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള തുറുപ്പുചിട്ട്. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? എന്താ ഇവരൊക്കെ കൽപ്പാന്തകാലം ജീവിക്കുന്നവരാണോ? പക്ഷെ അടപടലം ഇതൊക്കെ മാറാൻ പോവുകയാണ്. ഇങ്ങനെ പോയാൽ ധർമ്മടം പോലും കുലുങ്ങിക്കൂടുന്നില്ല. ഇതൊരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ് ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ കടുത്ത ഭാഷയിൽ ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. പലർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ന്യൂസ് ഡെസ്ക് കർമ്മ.